ഹായ് കൂട്ടുകാരെ, നിങ്ങളുടെ വീട്ടിലെ മുളകുകൾ നന്നായിട്ട് കായ്ക്കാൻ കുറച്ച് ടിപ്പ് പറഞ്ഞു തരട്ടെ. താഴെ നട്ടതാന്നേലും ചട്ടി നട്ടതാന്നേലും രണ്ടും ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ ഇവിടെ ഒരുപാട് മുളകുകളുണ്ട്. പച്ചമുളകായാലും അതുപോലെ തന്നെ കാന്താരി മുളക്, അങ്ങനെ എല്ലാ സൈസ് മുളകുകളുണ്ട്. അത് നിറയെ പിടിക്കുന്നുണ്ട്. ഇഷ്ടത്തിന് നമുക്ക് ഒരു ദിവസം തന്നെ ഒത്തിരി മുളക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചട്ടിയിലാണ് നടുന്നതെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് മണ്ണ്, അതുപോലെ തന്നെ ചാണകപ്പൊടി, അതുപോലെ ചകിരിച്ചോറ്, ഒരിത്തിരി മണലൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനിയും ചെയ്യേണ്ടത് ചട്ടിയിൽ 1/4 ഭാഗത്തോളം കരിയില നിറയ്ക്കുക. തൂത്തുവാരുന്ന കരിയില നിറച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോട്ടീൻ മിക്സ് ഇട്ട് കൊടുക്കുക. ഇനി വേണം അതിലേക്ക് നമ്മൾ നട്ടു കൊടുക്കാൻ. അങ്ങനെ നടുമ്പോൾ തന്നെ നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ കിളിച്ച് വരും. ഇനി ഇങ്ങനെ നട്ടാൽ മാത്രം പോരാ, നമ്മൾ ഇതിലോട്ട് കുറച്ച് സാധനങ്ങളൂടെ ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ വീട്ടിൽ അധികം വരുന്ന, അതായത് നമ്മൾ പച്ചക്കറി അരിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ വേസ്റ്റ് വരില്ലേ, അത് നമുക്ക് ഇതിൻ്റെ കടക്കയിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിറയെ കാ വരും. ഒരില പോലും കാണാതെ നിറയെ കാ വരും. കണ്ടോ, ഇത്ര കുഞ്ഞു മുളകിൽ തന്നെ എന്തുമേണ്ടി മുളകുണ്ടല്ലേ. അപ്പം നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. കൂടുതലും ഈ പച്ചക്കറി അരിഞ്ഞതിൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കുക, കഞ്ഞിവെള്ളം പുളിപ്പിച്ചൊഴിക്കുക. ഏറ്റവും നല്ലതാണ്, താഴെ നട്ടിരിക്കുന്ന ചെടിയാണെങ്കിൽ അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് വേണം പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഉള്ളിത്തൊലിയാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ഉള്ളിത്തൊലി ഇടുമ്പോൾ നന്നായിട്ട് കായാവുന്നുണ്ട്. ഏത് മുളകിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവേ കേട്ടോ.